ഞാൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാർക്കും മുഴുവൻ ഘടകകക്ഷി നേതാക്കന്മാർക്കും കോൺഗ്രസിനോടൊപ്പം ഈ ഗവൺമെൻറ് വരണമെന്നും പിണറായി വിജയൻ പുറത്തു പോകണമെന്നും ആഗ്രഹിച്ച ആർക്കു വേണ്ടിയും ക്യാമ്പയിൻ നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് ടിൽ AICC തീരുമാനം എടുക്കുന്നത് വരെ. അതും മറ്റൊരു നേതാവിൻ്റെ പടം കത്തിക്കുവാനോ കരിയോയിൽ ഒഴിക്കുവാനോ ചീന്തുവാനോ ഉള്ള അവകാശമല്ല. അത് ആരായാലും അവരൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്. അതൊക്കെ സംരക്ഷിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അത് ആരെയായാലും, ഞാൻ X or Y ക്യാമ്പയിൻ നടത്തിക്കോ, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ നേതാക്കന്മാരെ ഇകഴ്ത്തുവാനും അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മോശമായി ചിത്രീകരിക്കുവാനും അവരുടെ പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുവാനും അവരുടെ പോസ്റ്ററുകൾ വലിച്ചു കയറി, തിരുവനന്തപുരത്ത് ഞാനിത് പറയാൻ എനിക്ക് വൈകാരികമായി എന്നെ പ്രേരിപ്പിച്ച കാഴ്ച ഉമ്മൻചാണ്ടിയുടെ പടം വലിച്ചു കയറി എന്നുള്ളതാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭാരത് ജോഡോ യാത്ര എന്നുള്ള ആ യാത്ര ഡിസൈൻ ചെയ്ത് അത് നടപ്പാക്കിയ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി KSU വേണമില്ല. എൻ്റെ KSUവിൻ്റെ പ്രസിഡന്റാണ്. ഞാൻ KSU പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലത്ത് എൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എത്രയോ സമരങ്ങളിൽ ഒരുപോലെ അടിയേറ്റു വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡന്റായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ലാത്തിച്ചാർജ് ഏറ്റുവാങ്ങിയ ഒരു പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ നമുക്കതൊക്കെ വൈകാര്യം, അവരാരും മോശക്കാരല്ല. ഒന്നിനെ ചെറുതാക്കാൻ ഇപ്പുറം വലിയൊന്ന് വരയ്ക്കാം. പക്ഷേ ഈ ഒന്നിനെ വെട്ടിമാറ്റി വരയ്ക്കുന്ന ആ രീതിയെ ഞങ്ങളാരും അനുവദിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇന്നലെ ഹൈക്കമാൻഡും KPCC നേതൃത്വമൊക്കെ പറഞ്ഞ് പരസ്യമായി പ്രതിഷേധവുമായി ഇറങ്ങരുതെന്ന്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രകടനങ്ങൾ നടന്ന ജില്ലകളിലൊന്ന് കോഴിക്കോടാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ എല്ലായിടത്തും, കോഴിക്കോട് നഗരത്തിലും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും നാദാപുരത്തും ഒക്കെ നടന്നു. KPCC ആളുമുണ്ടായിരുന്നു. അത് ശരിയാണോ? ഇതിനകത്തെ ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു, ഈ നടന്നതിനൊന്നും ആരും അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ഏതെങ്കിലും ഒരു നേതാവിനെ ഇകഴ്ത്തി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ജില്ലയിലെ കോൺഗ്രസിനുണ്ട്. നിങ്ങളൊക്കെ കണ്ടതാണ്, 5 വർഷക്കാലം ഇവിടെ ഏറ്റവും വിഭാഗീയത പാർട്ടി വളർന്നപ്പോൾ ഏറ്റവും പരുക്കേറ്റ ജില്ലയാണ്. ഞങ്ങളുടെയൊക്കെ ഒരുപാട് വേർപ്പുണ്ട്. വീണ്ടും തിരിച്ച് ഈ 12 സുപ്രഭാതം കൊണ്ട് അലാവുദ്ദീൻ്റെ കയ്യിലൊരു വടി ചുറ്റി ഉണ്ടാക്കിയെടുത്തതല്ല. ഞാനും പ്രവീണും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഒരു നേതൃത്വം ഊണും ഉറക്കുകഴിഞ്ഞ് നേടിയെടുത്തത്. ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഫ്ലൂക്കിൽ ജയിച്ചതല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DC പ്രസിഡന്റ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പത്രക്കാരെ കാണുവാൻ പലപ്പോഴും മടിയുള്ള ആളായതുകൊണ്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നേടിയെടുത്ത വിജയമാണ്.